ഈ റബീഉൽ അവ്വലിലൊക്കെ ധാരാളമായി പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങളൊക്കെ പ്രഭാഷണത്തിന് പോവുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള പലയിടത്തും പറഞ്ഞൊരു കാര്യവും കൂടിയാണ്, മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ 100 പലരും ഉദ്ധരിക്കും. അതിൽ ഒന്നാം സ്ഥാനത്ത് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു എന്ന്. ഞാൻ ചോദിക്കുന്നത്, ദി 100-ൽ ഒന്നാം സ്ഥാനത്ത് പ്രവാചകർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രവാചകർ ഒന്നാം സ്ഥാനത്തല്ലാതാകുമോ? നമ്മൾ അങ്ങനെ ഒന്നിനെ ചാരി മാത്രം നമ്മുടെ ഒരു വിശ്വാസത്തെയും നമ്മുടെ ഒരു മതബോധ്യത്തെയും പ്രവാചകരുടെ മഹത്വത്തെയും സ്ഥാപിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരാൾ ഒന്നാമതായി തിരഞ്ഞെടുത്തിട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനം, പ്രവാചകർക്കുള്ള സ്ഥാനം ഇല്ലാതായി പോകുമോ? നമ്മൾ എല്ലാത്തിനെയും ഇങ്ങനെ കമ്പയർ ചെയ്തും എല്ലാത്തിനെയും മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാരി വെച്ചും കൊണ്ട് മാത്രം സ്ഥാപിച്ചെടുക്കേണ്ടതല്ല നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും. മുമ്പ് ഇങ്ങനെ പലരും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, നിസ്കാരം നല്ലൊരു വ്യായാമമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. നിസ്കാരം വ്യായാമമല്ല എന്ന് വിചാരിക്കുക, എന്താണ് പ്രശ്നം? നിസ്കാരം വ്യായാമമല്ല എന്ന് വിചാരിക്കുക, എന്താണ് പ്രശ്നം? പടച്ചവൻ അത് കൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ്. അതിൽ ആര് അതിനെ അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, ആരതിനെ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അത് നമ്മുടെ മതസ്വത്വത്തിന്റെ ഭാഗമായി നമുക്കങ്ങനെ നിർവഹിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓരോന്നിനെയും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ വിശ്വാസപരമായ ഓരോ കാര്യത്തെയും, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെയൊക്കെ നമുക്കിങ്ങനെ, അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അത് നമ്മളാണ് സംരക്ഷിക്കേണ്ടത്, നമ്മളാണ് അത് പരിപാലിക്കേണ്ടത്, നമ്മളാണ് കൊണ്ടു നടക്കേണ്ടത്. അത് ജീവിതത്തിൽ പകർത്തുക എന്നത്, അഭിമാനബോധത്തോടു കൂടി പകർത്തുക എന്നത് പ്രധാനമാണ് ഇക്കാലത്ത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ വാക്കിന് അടിവരയിടുകയാണ്. അഭിമാനബോധത്തോടു കൂടി നമ്മുടെ സ്വത്വത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. നിങ്ങൾ മുസ്ലിമാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവേണ്ടതില്ല. നിങ്ങൾ അമുസ്ലിമായ ഒരു സഹോദരന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിസ്കാരത്തിന് സമയമായി, ഞാൻ നിസ്കരിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് പറയുന്നതിൽ നിങ്ങൾക്കൊരു മടി ഉണ്ടാകേണ്ടതില്ല. ഞാൻ ഓർക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും, KS മാധവ മാഷ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ വേദികളിൽ വരുന്ന ഒരു ആളുണ്ട്. അദ്ദേഹവും ഞാനും കൂടി ഒരു പരിപാടി കഴിഞ്ഞ് മലപ്പുറം കക്കാട് എന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോട് നിസ്കരിക്കും, ബാങ്ക് കൊടുത്തല്ലോ എന്നാൽ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊട്ടടുത്ത പള്ളിയുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ നിർത്തി നിസ്കാരം നിർവഹിച്ചു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പറയാത്തതിൻ്റെ ഒരു പ്രയാസമാണ് അദ്ദേഹം അനുഭവിച്ചത്. പക്ഷേ ചില ആളുകൾ എന്താ ചെയ്യുക, നമ്മുടെ കൂടെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്, അയാളെ പരിഗണിച്ചെന്നാൽ ഞാൻ നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്തല്ല, അയാളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ബോധം, അയാളുടെ ഒരു തെറ്റായ ബോധം തിരുത്തപ്പെടുകയും അയാൾ നിങ്ങളെ നല്ല മതിപ്പോട് കൂടി കാണാൻ ഇടയാക്കുകയും ചെയ്യും. നമ്മളെ കളഞ്ഞു കുളിക്കാനല്ല, ഏതവസ്ഥയിലും ആർക്കിടയിലായിരിക്കുമ്പോഴും നമ്മളായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മൂല്യങ്ങളെ കൈവിടാതെ സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.